2024 ലോക്സഭ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പം കൊല്ലത്തിൽ നിന്ന് ആർക്കായിരിക്കും സാധ്യത? എന്തുകൊണ്ടാണ്? ചേച്ചിയുടെ അഭിപ്രായം? പ്രേമേന്ദ്രൻ നല്ലൊരു വ്യക്തിയാണ്. എല്ലാവർക്കും ഒരു ബ്രോയുടെ അഭിപ്രായം? ചേട്ടന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ആർക്കായിരിക്കും സാധ്യത? പ്രേമേന്ദ്രൻ തന്നെ. എന്തുകൊണ്ടാണ്? നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് അയാള്. ഇപ്പോൾ ലോകസഭയിൽ ചെന്നാലും അയാൾ അവിടെ ഹിന്ദിയാണ് കൂടുതൽ സംഭാഷണം. മുകേഷ് ജയിക്കുകയാണെങ്കിൽ എന്താ സംസാരിക്കും അവിടെ ചെന്ന്? ഇയാളാണെങ്കിൽ ശീലിച്ചു പോയി സംസാരത്തിന് ഇതില് വ്യക്തിപരത്തില്. അതാണ് പറയുന്നത് പ്രേമേന്ദ്രൻ ജയിക്കും. അപ്പൊ ചേട്ടന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ കൊല്ലത്തിൽ നിന്ന് ആർക്കായിരിക്കും സാധ്യത ഒന്ന് ഉറച്ചു പറയാം? മുകേഷിനാണ് സാധ്യത വരാൻ. ഓക്കെ ചേച്ചി പറ്റിയിട്ടൊരു അഭിപ്രായ സർവേ എടുക്കാനായിട്ട് ആർക്കായിരിക്കും സാധ്യത ചേട്ടാ? സാധ്യതയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമുക്ക് ജയിക്കാൻ ആഗ്രഹമുള്ളത് ഇപ്പോൾ ഈ ഇടതും വലുതും ഇടതും കോൺഗ്രസും അത് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് മറ്റേ മൂന്നാം BJPയുടെ പുള്ളികൃഷ്ണകുമാർ പുള്ളി ജയിക്കണമെന്നാണ് താല്പര്യം നമുക്ക്. ശരി പോവുകയാണ്. ചേട്ടൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ കൊല്ലത്തിൽ നിന്ന് ആർക്കായിരിക്കും സാധ്യത കുറച്ച് പറയണേ? മുകേഷ്. 2024 ലോക്സഭ ഇലക്ഷൻ വരാൻ പോവുകയാണ്. താങ്കളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ കൊല്ലത്തിൽ നിന്ന് ആർക്കായിരിക്കും സാധ്യത? അഭിപ്രായം പ്രേമേന്ദ്രൻ. എന്തുകൊണ്ടാണ്? സാധാരണ ഈ കേന്ദ്രത്തിന്റെ ഇതിൽ പ്രേമേന്ദ്രനെ എല്ലാവരും MP ആകാൻ ഇഷ്ടപ്പെടുന്നു. അത് മുകേഷിനെക്കാളും കൂടുതൽ അവരിഷ്ടപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രേമചന്ദ്രനായിരിക്കും ഇവിടെ വിജയിക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം കൊല്ലത്തിൽ നിന്ന് ആർക്കായിരിക്കും സാധ്യത? ചേട്ടൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ കൊല്ലത്തിൽ നിന്ന് ആർക്കായിരിക്കും സാധ്യത ഉറച്ചു പറയണേ? കൊല്ലത്ത് പ്രേമേന്ദ്രൻ ആയിരിക്കും. എന്തുകൊണ്ടാണ്? വേറെ ഓപ്ഷൻ ഇല്ലാത്തതാണ്. ഓക്കെ. കൊല്ലത്തിൽ നിന്ന് ഈ ലോക്സഭ ഇലക്ഷൻ സാധ്യത? പിന്നെ കൃഷ്ണകുമാറായിരിക്കും. ഓക്കെ. ലോക്സഭ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ചേട്ടൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ആർക്കായിരിക്കും സാധ്യത ഒന്ന് ഉറച്ചു പറയണേ? പ്രേമേന്ദ്രന് തന്നെ. എന്തുകൊണ്ടാണ്? ഒരു നല്ല കാൻഡിഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. BJP കാൻഡിഡേറ്റും ആൾ ഇവിടുത്തെ കാരനല്ല തോന്നില്ല. എന്തായാലും പ്രേമേന്ദ്രനായിരിക്കും. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ കൊല്ലത്തിൽ നിന്ന് ആർക്കായിരിക്കും സാധ്യത കുറച്ച് പറയണേ? വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിലും പ്രേമേന്ദ്രൻ ആയിരിക്കും ചാൻസ് കൂടുതൽ. എന്തുകൊണ്ടാണ്? പുള്ളി ഒരു നല്ലൊരു വ്യക്തിയാണ്, എന്ത് കാര്യങ്ങൾക്കും ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അതുകൊണ്ട് പുള്ളിക്കായിരിക്കും. ലോക്സഭ ഇലക്ഷൻ വരാൻ പോവുകയാണ്. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ കൊല്ലത്തിൽ നിന്ന് ആർക്കായിരിക്കും സാധ്യത ഉറച്ചു പറയാമോ? എന്തുകൊണ്ടാ? കൊല്ലത്തിൽ നിന്ന് ആർക്കായിരിക്കും സാധ്യത? കൊല്ലത്തെ ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലമാണെങ്കിലും ഇവിടെ പ്രേമചന്ദ്രൻ സാറെ ജയിക്കാൻ സാധ്യതയുള്ളൂ. ഓക്കെ ചേച്ചി? അതേ അഭിപ്രായം തന്നെ. അല്ല ഒന്ന് പ്രേമേന്ദ്രൻ സാർ തന്നെ ജയിക്കാൻ സാധ്യത. ചേട്ടൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ കൊല്ലത്തിൽ നിന്ന് ആർക്കായിരിക്കും സാധ്യത ഉറച്ചു പറയണേ? എന്തുകൊണ്ടാണ്? ചേട്ടൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ കൊല്ലത്തിൽ നിന്ന് ആർക്കായിരിക്കും സാധ്യത ഉറച്ചു പറയണേ? എന്തുകൊണ്ടാണ്? നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് പ്രേമേന്ദ്രൻ. ഓക്കെ. പോവാണ്. കൊല്ലത്തിന് ചേച്ചിയുടെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ആർക്കായിരിക്കും സാധ്യത? എൻ്റെ അഭിപ്രായം മുകേഷ്. ഓക്കെ. വരാൻ പോവുകയാണ്. ചേച്ചിയുടെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ആർക്കായിരിക്കും സാധ്യത? എന്തുകൊണ്ട്? കൂടുതലായിട്ടും ഭൂരിപക്ഷം ഇപ്പം നമ്മൾ കണ്ടുവന്നിരിക്കുന്നത് LDFനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുകേഷ് MLA തന്നെ ആയിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നതെന്ന് വിശ്വസിക്കുന്നു. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ആർക്കായിരിക്കും കൊല്ലത്തിൽ നിന്ന് സാധ്യത? എന്തുകൊണ്ടാണ്? നല്ല MP ആണ്. പാർലമെന്റിൽ പോയി നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. ഓക്കെ. 2024 ലോക്സഭ ഇലക്ഷൻ വരാൻ പോവുകയാണ്. വ്യക്തിപരമായ അഭിപ്രായത്തിൽ ആർക്കായിരിക്കും സാധ്യത കൊല്ലത്തിൽ നിന്ന്? ഓക്കെ. ലോക്സഭ ഇലക്ഷൻ വരെയാണ്. അപ്പം ആർക്കായിരിക്കും സാധ്യത കൊല്ലത്തിൽ നിന്ന്? കൊല്ലത്തിൽ നിന്ന് ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്. എൻ്റെ സ്ഥാനാർത്ഥി മുകേഷ് ജയിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ. അഭിപ്രായത്തിൽ കൊല്ലത്തിൽ നിന്ന് ആർക്കായിരിക്കും സാധ്യത ഉറച്ചു പറയണേ? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ സാർ ജയിക്കുന്നു. ഓക്കെ. കൊല്ലത്തിൽ നിന്ന് ആർക്കായിരിക്കും സാധ്യത ഉറച്ചു പറയണേ? പ്രേമേന്ദ്രൻ സാർ. എന്തുകൊണ്ടാണ്? എന്താണെന്ന് ചോദിച്ചാൽ പുള്ളി കുറച്ചുകൂടെ ബോൾഡാണ്. ഇപ്പോൾ എവിടെ ആണെങ്കിലും കാര്യങ്ങൾ പറയാനൊക്കെ ഇത്തിരി കൂടെ
നല്ലൊരു ഇതാണ്. അതുകൊണ്ട് ഞങ്ങൾ പുള്ളിനെയാണ് പറയുന്നത്. എന്താ സാർ? വിഷയം പഠിച്ച് അവതരിപ്പിക്കുന്നു. ഓക്കെ. 2024 ലോക്സഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ്. കൊല്ലത്ത് നിന്ന് 3 സ്ഥാനാർത്ഥികളുണ്ട്. ഇതിൽ ആർക്കായിരിക്കും ചേട്ടന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ സാധ്യത? എന്തുകൊണ്ടാണ്? നല്ലത് ചെയ്തിട്ടുണ്ട്. ആ 2024 ലോക്സഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ്. കൊല്ലത്ത് നിന്ന് 3 സ്ഥാനാർത്ഥികളുണ്ട്, 3 പാർട്ടിയിൽ നിന്നും. ആർക്കായിരിക്കും ചേട്ടന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ സാധ്യത? ആര്? എന്തുകൊണ്ടാണ്? അയാൾക്കേ ഉള്ളു ഇവിടെ ആധിപത്യമായിട്ടുള്ള ചേട്ടാ 2024 ലോക്സഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ആർക്കായിരിക്കും ചേട്ടന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ സാധ്യത? താമരയ്ക്ക് വോട്ട് ചെയ്തോളൂ. താമരയ്ക്ക് ആർക്ക്? കൃഷ്ണകുമാറിന്. 2024 ലോക്സഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ്. എനിക്കറിയത്തില്ല. ഇവിടെ ഇപ്പൊ ഇലക്ഷൻ ഇരിക്കുന്ന 2 പേരുണ്ടല്ലോ. 3 പേരുണ്ട്. 3 പേരുണ്ടല്ലോ. ഉണ്ടല്ലോ. ഇതിലിപ്പോ കോൺഗ്രസ് RSP ജയിക്കത്തുള്ളൂ. അതുകൊണ്ട് ലോക്സഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ്. 3 സ്ഥാനാർത്ഥികളുണ്ട്. ചേട്ടന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ആർക്കായിരിക്കും സാധ്യത? എൻ്റെ ഒക്കെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രേമചന്ദ്രൻ വരുമെന്നാണ് എൻ്റെ ഫുൾ ഇത് ആഗ്രഹവും കാരണവും എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ. ചേട്ടന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ആർക്കായിരിക്കും സാധ്യത? പ്രേമചന്ദ്രൻ. അപ്പൂപ്പന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ആർക്കായിരിക്കും സാധ്യത? എന്തുകൊണ്ടാണ്? നല്ല പ്രവർത്തനം. ആർക്കായിരിക്കും സാധ്യത? 2024 ലോക്സഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ്. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ആർക്കായിരിക്കും സാധ്യത? എന്നാലും